ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ഇതാണ് എന്റെ കമന്റിൽ വരുന്നത്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഡെലിവറി കഴിഞ്ഞ് അമ്മേന്റെ കൂടെയാണോ നിൽക്കുക? എല്ലാ ഫാമിലിയിലും ഉള്ള പോലെ തന്നെ നമ്മളെ ഫാമിലിയിലും ഉണ്ടാവാം ഇല്ലേ? ബട്ട് റീസെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വിസ്മി മൈഷൂസുകൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്റെ മാക്സിമം സൗണ്ട് എടുത്തിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ചുമ ആയതുകൊണ്ട് സൗണ്ട് ഒക്കെ കുറച്ചൊന്ന് ഡിം ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എനിക്ക് തന്നെ എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ പോലെ. ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയാ, ഞാൻ കുറച്ച് മുന്നേ ഐ തിങ്ക് ഒരു 2 വീക്കോ അങ്ങനെ ആയിട്ടുണ്ടാവൂലേ, ഒരു Q&A ക്വസ്റ്റ്യൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇൻസ്റ്റയിൽ ഇട്ടുണ്ടായിരുന്നു. കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ 100-200 അടുത്തുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റയിലും. അപ്പൊ അതിൽ കുറെ കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതല്ലാതെ വേറെയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ Q&A ചെയ്യുന്നത്. ഇതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വളരെ സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളടുത്ത് അറിയിക്കുകയാണ്, ഞാനൊരു അമ്മായി ആയി എന്ന് ഞാൻ പറയുന്നില്ല, അമ്മായി എന്നുള്ള വേർഡ് എനിക്കിഷ്ടമില്ല. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും അപ്പയോ അപ്പച്ചിയോ അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെ. എന്തായാലും എൻ്റെ അനിയനൊരു ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊന്നും കണ്ടിട്ടില്ലേ എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ എൻ്റെ വീഡിയോന് താഴെ ഇപ്പം ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ഇതാണ് എൻ്റെ കമൻറ്റിൽ വരുന്നത്. അപ്പോൾ അതിനൊരു റിപ്ലൈ കൊടുക്കണം തോന്നി, അതുകൊണ്ടാണ് Q&A മുന്നേ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം എനിക്ക് ഫുള്ള് Q&A ആണ് കമൻറ്റ് ബോക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുള്ളൊരു റിപ്ലൈ ആണ്. ആക്ച്വലി ഇതിന് റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും ഇച്ചിരി നിങ്ങൾക്ക് കമന്റ് ഇടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. റിപ്ലൈ തരണോ വേണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു ഇതാണെങ്കിൽ കൂടിയും ഞാൻ മാക്സിമം എനിക്ക് വരുന്ന കമന്റ്സിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ചൊറിയണവരാണെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരാണെങ്കിലും എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് മാക്സിമം റിപ്ലൈ കൊടുക്കാനായി നോക്കാറ്. ഡിലീറ്റ് ചെയ്ത് കളയുന്നത് വളരെ കുറവാണ്. എന്ന് വെച്ച് ഞാൻ തീരെ ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. ബിക്കോസ് ഇപ്പം മറ്റുള്ളവർക്ക് ഹേർട്ട് ആവുന്നത് കണ്ടാൽ, എൻ്റെ കണ്ണിൽ കണ്ടാൽ ഞാൻ റിമൂവ് ചെയ്ത് കളയാറുണ്ട്. എല്ലാ കമന്റ്സ് ഇരുന്ന് വായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ. നമ്മളാണെങ്കിലും ഇപ്പം 2 കുട്ടികളുടെ കാര്യവും പ്രഗ്നൻസിയും അതിൻ്റെ കൂടെ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ഒക്കെ ഞാൻ തന്നെ. ഒരാളൊരു ഹെൽപ്പിനില്ല, ഒന്ന് കൈമാറി ഒന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടാണോ ഒന്നും ചെയ്യാനില്ല, എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ സമയ പരിമിതികൾ ഉള്ളത് കൊണ്ട് പലർക്കും റിപ്ലൈ തരാൻ പറ്റാറില്ല. അല്ലെങ്കിൽ ഇതുപോലെ ഹേർട്ട് ചെയ്യുന്ന കമന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ആക്കും എന്നല്ലാതെ ഞാൻ എല്ലാ കമന്റ്സും എടുത്ത് കാണാറുമില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ റീസെന്റ് ഞാനിട്ട വീഡിയോസിന്റെ കമന്റ്സ് ഓഫ് കോഴ്സ് ഞാൻ നോക്കുമല്ലോ. നോക്കുമ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ട് കണ്ടൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആര്യശിശിരെ ബേബീനെ കാണാൻ പോയില്ലേ, ആദർശന്റെ മാവിനെ കാണാൻ പോയില്ലേ എന്ന് ഈ കമന്റ് ഇടുന്നവർ ഇച്ചിരി കോമൺ സെൻസോട് കൂടിയിട്ട് ചോദിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം നിങ്ങൾക്ക് അറിയാം, പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഒരു പ്രാവശ്യം ആര്യനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ വയറും വെച്ച് 7 മാസമാവാനായി. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പോകാന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എനിക്ക് ട്രാവൽ ചെയ്യാൻ, ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാന്നുള്ളത് ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് പോസിബിൾ ആണോ എന്ന്. പിന്നെ രണ്ടാമത്തെ, എന്നെ കൊണ്ടുപോകാൻ ഒരു മനുഷ്യൻ വേണ്ട. നിങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നും കൂടെ ഒന്ന് ചിന്തിക്കൂ. 7 മന്ത്സ് പ്രഗ്നന്റ് ആണ്, 2 ബേബി ഉണ്ട്, ഹസ്ബൻഡ് കൂടെ ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്നെ കൊണ്ടുപോകാൻ എനിക്ക് എൻ്റെ അച്ഛനും ഇല്ല. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കണം, എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നുള്ളത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇടുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ആകുലത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നെ ചൊറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ അവിടെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് ഞാൻ നോക്കും, കമന്റ് ഇടുന്ന ആളിനെ നോക്കിയിട്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. കാരണം ആ ഒരു വ്യക്തി ഇതിന്റെ മുമ്പിൽ ഫുള്ള് ചൊറിച്ചിലാണെങ്കിൽ ഞാൻ ആ രീതിക്ക് തന്നെയാണ് മറുപടി കൊടുത്തിട്ടുണ്ടാവുക. അല്ല, ആ കുട്ടി ഇപ്പം നോർമലി നല്ല രീതിക്ക് എനിക്ക് കമന്റ് ഇട്ടുകൊണ്ടിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ മേ ബി ജെന്യുവൻ ആയിട്ടായിരിക്കാം ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ആ രീതിക്കുള്ള റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരെടുത്താണെങ്കിലും മാന്യമായ രീതിക്ക് റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ എന്ന് 100% എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അതുകൊണ്ട് അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ വാവേനെ കണ്ടു. വാവേനെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, ജനിച്ചുപാടും തന്നെ. പിന്നെ കുറെ പേര് മുൻവിധിയോട് കൂടിയിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരുടെ എനിക്ക് ഒന്നും പറയാനില്ല. ബിക്കോസ് ഇവർക്കൊരു സമയം കൊടുക്കണം. ഒരു പ്രസവമല്ലേ കഴിഞ്ഞത്, പ്രസവം കഴിയുമ്പോഴത്തേക്കും റീനമ്മ ഉള്ള വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോന് താഴെ ഫുള്ള് കമന്റ്സ്, അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് വരാമായിരുന്നു, ആന ചെയ്യാന്ന് പറഞ്ഞിട്ട്. ലൈക്ക്, നിങ്ങളൊന്ന് അറിഞ്ഞിട്ട് ഈ കമന്റ് ഇടുക, മുൻവിധിയോട് കൂടിയിട്ട് ഇടരുത്. കാരണം അമ്മയും ഉണ്ണിയച്ഛനും ആരുടെ ഡെലിവറിന്റെ തലേ ദിവസം തന്നെ, അതായത് അവൾ അഡ്മിറ്റ് ആക്കിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ അവിടുന്ന് പുറപ്പെട്ടു. പത്തനംതിട്ടന് തൃശ്ശൂർ എത്താനുള്ളൊരു സമയം കൊടുക്കണ്ടേ? അപ്പോൾ അവരവിടെ എത്തി, അവരവിടെ ഉണ്ടായിരുന്നു, അവിടെ സ്റ്റേ ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞ് ആര്യനെയും കൊണ്ടുവന്ന് വാവേനെ കണ്ടതിന് ശേഷമാണ് ഉണ്ണിയച്ഛൻ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോയി. റീനമ്മ ഇപ്പോഴും അവിടെ തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ കാര്യം അറിയാതെ വെറുതെ വന്നിട്ട് ഓരോരുത്തരെ കുറ്റം പറയുന്നതിൽ എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി സെക്കൻഡ്, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞല്ലോ.
പിന്നെ അല്ലും തുമ്പിയും ഒക്കെ വീഡിയോ കോളിലൂടെയാണ് വാവേനെ കണ്ടത്. അവരിപ്പോൾ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എന്ന് പറഞ്ഞ പോലെ വിളിച്ചിട്ട് വാവേനെ കാണൽ തന്നെയാണ് മെയിൻ പരിപാടി. അപ്പം അവരുടെ റിയാക്ഷന്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് സ്നേഹത്തോടെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ കോൾ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു സ്ക്രീൻഷോട്ട് എടുക്കരുത്, വീഡിയോ എടുക്കരുത്, എവിടെയും ഷെയർ ചെയ്യരുത് എന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഞാൻ അവർ ആക്ച്വലി ഒരു കുഞ്ഞിനെ എപ്പോഴാണ് അവരുടെ ഫേസ് റിവീൽ ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് തീരുമാനിക്കുന്നത് ആ കുഞ്ഞിന്റെ പാരന്റ്സ് ആണ്. അപ്പൊ ആ ഒരു റെസ്പെക്റ്റോട് കൂടി ഞാൻ പറയാണ്, ആ കുഞ്ഞുമാവേനെ എപ്പോഴാണോ റിവീൽ ചെയ്യേണ്ടത് അത് അവരുടെ പാരന്റ്സ്, അതായത് അപ്പൂന്റെ ആര്യന്റെ ഇഷ്ടമാണ്, അത് അവർ ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ എന്താ പറയാ ഒരു കണ്ട സന്തോഷം അറിയിക്കുക എന്നല്ലാതെ അവർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ കുട്ടീനെ ഫേസ് കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ അലുവിന് തുമ്മിനി റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നതിൽ ഒരു ഇതിനും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അവർ ചെയ്യേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അതാണ് കാര്യം. അല്ലാണ്ട് എനിക്ക് എൻ്റെ ആങ്ങളൊക്കെ ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഞാൻ ഈ യൂട്യൂബിലൊക്കെ വന്നിട്ട് എടുത്തിടുക എന്ന് പറയുന്നത് അവരുടെ പെർമിഷൻ ഇല്ലാതെ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ്. അതൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ. ഇപ്പൊ എനിക്കൊരു കുഞ്ഞുണ്ടായാലും ആ കുഞ്ഞിന്റെ ഫേസ് എപ്പോൾ റിവീൽ ചെയ്യണം തീരുമാനിക്കും ഞാനും എൻ്റെ കെട്ടിയവനാണ് അല്ലേ. അപ്പം അത്രേ ഉള്ളൂ. അത് അവരുടെ ആ കുഞ്ഞിന്റെ പാരന്റ്സിന്റെ തീരുമാനമാണ്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഫോട്ടോ ആണെങ്കിലും ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്യാഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആയേ. അപ്പൊ ഇപ്പം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് Q&Aനേക്കാളും വലിയ Q&A ആണ് ഇപ്പോൾ നമ്മളെ കമന്റ് ബോക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ചുമ നിങ്ങൾ സഹിക്കണം. ഞാൻ ഇപ്പൊ കുറച്ച് കുറഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് വില്ലൻ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. ഏതോ ഒരാൾ കമന്റ്, ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസും അതുപോലെ ഞാൻ ഡാൻസ് ചെയ്ത വീഡിയോന്റെ തല ഇപ്പൊ വയ്യായികൊന്നുമില്ലല്ലോ, ഇയാൾക്ക് പ്രസവത്തിന് പോയിക്കൂടായിരുന്നു, കഷ്ടം തന്നെയെന്നൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിൻ ചെയ്ത് വെച്ചത് അതുകൊണ്ടാണ്. എനിക്ക് റിപ്ലൈ കൊടുക്കാൻ തോന്നിയില്ല. പക്ഷെ ഞാൻ നല്ല അറിയുന്ന രീതിക്ക് തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ എടുക്കുന്ന ഷൂട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ വീട്ടിൽ നിന്നാണ് മേക്കപ്പ് നടക്കുന്നത്. അപ്പുറത്തെ പറമ്പ്, ഇപ്പുറത്തെ താത്തേന്റെ വീട്, അപ്പുറത്തെ വീട് എന്ന് പറഞ്ഞിട്ട് ഈ പരിസര പ്രദേശത്ത് നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ വയ്യാണ്ട് ബെഡ്ലിഡനായിട്ട് കിടക്കൊന്നുമല്ല. ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രഗ്നൻസി ആകുമ്പോൾ നമുക്ക് എന്തായാലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പൊ ചുമയുണ്ട്, കഴിഞ്ഞ ഷുഗർ ഉണ്ട്, ഇങ്ങനത്തെ ഒക്കെ അവസ്ഥയിലൂടെ പോകുന്ന ഞാൻ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഞാൻ ഡെലിവറിക്ക് അവിടെ പോയി നിൽക്കട്ടെ. നമ്മൾ എന്തിനാ ഒരാളുടെ ഡെലിവറിക്ക് പോകുന്നത്? അവർക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി ഒക്കെ ഒരു സപ്പോർട്ട് കൊടുക്കാനാ. ഞാനേ അവശഗണേശനായി നിൽക്കുന്ന ഞാൻ അവിടെ പോയി അവർക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ ഉണ്ടാവാന്ന് ഒരു ഇച്ചിരി കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് വിചാരിക്കാം. ഓക്കെ, ഞാൻ എല്ലായിടത്തും വന്ന് വയ്യാന്ന് പാടിക്കൊണ്ട് നടക്കുന്ന ഒരാളല്ല. എനിക്ക് വയ്യാന്ന് പറയും. പക്ഷേ അടുത്ത ദിവസം ഞാൻ എങ്ങനെയെങ്കിലും തല പൊക്കി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇത്രയും ദൂരം ഒരു യാത്ര എന്ന് പറയുന്നത് ഇപ്പൊ പോസിബിൾ അല്ല. ആവുകയാണെങ്കിൽ ഞാൻ പോവുകയും ചെയ്യും. കാരണം എനിക്ക് ആ കുഞ്ഞാവിനെ കാണുമ്പോൾ അത്ര ആഗ്രഹം ഉണ്ട് അതിനൊന്ന് പോയി എടുക്കാൻ വേണ്ടിയിട്ട്. അത്ര സങ്കടമുണ്ട്. ഇത്ര ദൂരം നിന്നിട്ട് അതിനെങ്ങനെ കാണുമ്പോൾ ഒന്ന് തൊട്ട് നോക്കാനുള്ള ആഗ്രഹം പോലും എനിക്കുണ്ട്. അപ്പൊ ആ സങ്കടം എന്താന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എനിക്ക് ആരും ബോധിപ്പിക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിക്കും, അയ്യോ ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഞാൻ പോയേനെ ഇല്ലേ. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും, കാരണം ഞാൻ അപ്പൂന്റെ നിശ്ചയത്തിന് പോണത് ഈ ഒരു സമയത്താണ്. അപ്പൂന് നിശ്ചയം തൃശ്ശൂർ വെച്ചായിരുന്നല്ലോ. അപ്പൊ ഞാൻ തുമ്പീനെ പ്രഗ്നന്റാ. ആ സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ആ സമയം എന്ന് വെച്ചാൽ എന്റെ കൂടെ ഇവിടെ കട്ടയുണ്ടായിരുന്നു, വൈശാഖേട്ടൻ ഉണ്ടായിരുന്നു, എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഉണ്ടായപ്പോൾ എനിക്ക് ആ പോവാനൊരു സൗകര്യം ഉണ്ടായിരുന്നു. ഇവിടെ നാടൻ വരെ ഞാൻ അങ്ങനെ എന്നെ കെയർ ചെയ്ത് കൊണ്ടുപോയതാണ്. പക്ഷെ ഇപ്പൊ എന്റെ സാഹചര്യം അതല്ല. പിന്നെ അപ്പോഴത്തെ പോലെ അല്ല. ഇപ്പൊ എനിക്ക് കുറച്ച് ടാസ്ക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുമച്ചിട്ട് സ്റ്റിച്ചിന് അവിടെയൊക്കെ കുറച്ച് പണിയായിട്ടിരിക്കുകയാണ്. അപ്പം സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ കുറെ പേര് ചോദിക്കാറുണ്ട് സർവീസിൽ സ്റ്റിച്ച് ഇട്ടുണ്ടോ എന്നല്ല. തുമ്പീനെ സിസേറിയൻ ആയിരുന്നു. അപ്പൊ അതിന്റെ സ്റ്റിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. അപ്പൊ നിങ്ങൾ കണ്ടറിഞ്ഞിട്ട് ചോദിച്ചോളൂ. ഒരാളെ മെന്റലി ഇങ്ങനെ എന്താ പറയാ മാളത്തിലിട്ട് ഇങ്ങനെ കുത്തുക എന്ന് പറയില്ലേ, അതുപോലെ കുത്തിയിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. നിങ്ങൾ അങ്ങനെ കുത്തണം എന്ന് താല്പര്യമുണ്ട് അവിടെ നിന്ന് കുത്തലേ ഉണ്ടാവുള്ളൂ. കാരണം എനിക്ക് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ബോൾഡായിട്ടുള്ള ആളൊന്നുമല്ല. ചില കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ഒരു ദേഷ്യമില്ല. ലൈക്ക് എന്റെ അനിയനും അനിയത്തിയാണ് അവരുടെ അടുത്തൊരു ദേഷ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾ കമന്റ് ഇടുന്ന ആൾക്കാരോടായിരിക്കും ചിലപ്പോൾ ഞാൻ ആ റിപ്ലൈ തരുന്നുണ്ടാവുക. ലൈക്ക് എനിക്ക് ചില സമയം ദേഷ്യം വന്നിട്ട് ഞാൻ കമന്റ് ഇട്ടിട്ട് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അത്ര നമുക്ക് എന്താ പറയാ, നമ്മളും മെന്റലി എപ്പോഴും നല്ല സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ അല്ലല്ലോ പ്രഗ്നൻസി. നമുക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിന്റെ ഇടയിലായിരിക്കും ഇങ്ങനത്തെ ഒരുമാതിരി ചൊറിയുന്ന കമന്റ്സ് കാണാം. ചിലതൊക്കെ ഞാൻ മൈൻഡാക്കാതെ വിടും. ഇപ്പൊ എന്നിട്ട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നത്. ആക്ച്വലി എനിക്ക് ഈ നമുക്ക് വരുന്ന ചോദ്യങ്ങളെ നമ്മൾ വരാതെ തടയുകയും അതിനെ മൈൻഡാക്കാതെ പോവുകയും ചെയ്തിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചൊറിയാൻ വേണ്ടി ചോദിക്കുന്ന ആൾക്കാരെ അവോയ്ഡ് ചെയ്യാം. നോർമലി അറിയണമെന്ന് വെച്ചിട്ടോ അല്ലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടോ ചോദിക്കുന്നവർക്ക് ക്ലിയർ ആക്കി കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവരുടെ കമന്റ്സ് ഡിലീറ്റ് ആക്കാതെ റിപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അയ്യോ ഇത്രയും നേരം ഇപ്പൊ അതന്നെ പറഞ്ഞത്. അപ്പൊ ദയവ് ചെയ്തിട്ട് കാര്യം അറിയാതെ ഓരോന്നും പറയരുത്. എന്റെ സാഹചര്യം എന്താന്നുള്ളത് അവർക്കും
അറിയാം. അവരിതുവരെ അതിനെപ്പറ്റി കുറ്റവും പറഞ്ഞിട്ടുമില്ല. മനസ്സിലാക്കുക ദയവ് ചെയ്തിട്ട്. ഒരാളങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് നടക്കരുത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്താണ് പറയുന്നത് അതിന്റെ പിന്നിൽ എന്തെങ്കിലും ക്രൂക്ഡ് ആയിട്ടുള്ളതുണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും എന്താ പറയുന്നത് പിരി കയറ്റി കൊടുക്കാൻ പറ്റുന്നതുണ്ടോ, തീ കത്തിക്കാൻ പറ്റുന്നതുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുന്ന ഒരു സ്ക്വാഡ് തന്നെ ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, ദയവായി ചെയ്ത് ഇനി ഇതിൻ്റെ മുകളിൽ ഓരോ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്ത് നടക്കരുത്, ഓരോന്ന് ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഓക്കെ, എൻ്റെ Q&A എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ കാര്യം മാത്രം പറയാനുള്ളൊരു Q&A ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് റിപ്ലൈ ഉള്ളൂ. ഇതുവരെ പറഞ്ഞതിലും ഒന്നും വെച്ചിട്ടല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് എടുക്കാൻ പറ്റുന്ന രീതിക്ക് എടുക്കുക. പിന്നെ ആരെയും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർ ഗുണം കാണിക്കുമ്പോൾ കാണിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ Q&Aയിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഇടയ്ക്ക് ഓരോ കുഞ്ഞു ബ്രേക്ക് നമ്മൾ എടുക്കണം. എന്താ പറയുക, ഒന്ന് ഇരുന്ന് എണീക്കണം, എണീറ്റിട്ടിരിക്കണം, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ കുഞ്ഞു ബ്രേക്കോട് കൂടിയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാനിടല്ലോ, എൻ്റെ വേറെ ഫോണില്ലല്ലോ, ഇത് മാത്രമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഡയറിയിലൊക്കെ എഴുതി വെച്ച് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന Q&A ആണ് കേട്ടോ. നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് എത്രയാണെന്ന് അറിയാം, ഏറെക്കുറെ 2 ആഴ്ചകളായി ലോങ് വീഡിയോ ചെയ്തിട്ട്. ഞാൻ ഇന്ന് എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് എല്ലാവരും ലോങ് വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ വെറുതെ അല്ല അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യം. ഒന്നും ചോദിക്കാനില്ല ചേച്ചി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട്? ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ ഒരു സുഖമാണ്. ലവ് യു ഡിയർ. ഒരു ഹായ് പറയുമോ പ്ലീസ് ചേച്ചി? അനുപ്രിയ എന്നാണ് പേര്. ഹായ് അനുപ്രിയ. ഞാൻ ഓരോരുത്തരുടെയും പേര്, ക്വസ്റ്റ്യൻ പറഞ്ഞ ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം കുറേ കോമൺ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ മാത്രമാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇയാൾ ഹായ് പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ലവ് യു ടു ഡിയർ. വൈശാഖിന് മാലിദ്വീപിൽ എന്താണ് ജോലി? വൈശാഖേട്ടൻ ഇപ്പം മാലദ്വീപ്സിലല്ല. കുറേ പേരുടെ ഡൗട്ടാണത്. മാലദ്വീപ്സിലല്ല ഇപ്പോൾ ഉള്ളത്. മാലദ്വീപ്സിലായിരുന്നു, ഇപ്പം അവിടുന്ന് മാറിയിട്ടൊരു 6 months ഒക്കെ ആവാനായിട്ടുണ്ട്. അപ്പം ഇപ്പം ഉള്ളത് റാസൽ ഖൈമയിലാണ്, അവിടെ പാലസിലാണ് വർക്ക് ചെയ്യുന്നത്. ഏട്ടൻ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. അപ്പം അതിൽ സൂപ്പർവൈസർ പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് അമ്മേന്റെ കൂടെയാണോ നിൽക്കുക? യു മീൻ അമ്മയുടെ കൂടെയാണ് നിൽക്കുക, പക്ഷെ പത്തനംതിട്ടയൊന്നുമല്ല, അമ്മ അങ്ങോട്ടേക്ക് വരും. അമ്മ ഓഫ്കോഴ്സ് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ കൂടെ ഉണ്ടായാലും അമ്മ കൂടെ ഉണ്ടാവുന്ന പോലെ ആവില്ല അല്ലേ. അപ്പൊ എന്തായാലും അമ്മ വരും. അമ്മ ഡെലിവറിക്ക് മുന്നേ വരും, പിന്നെ നമ്മൾ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അമ്മയുടെ കൂടെ തന്നെ കേട്ടോ നിൽക്കാം. വൈശാഖേട്ടൻ ചേച്ചിയുടെ ഡെലിവറിക്ക് കാണുമോ? ഞാനും അതന്നെ ചോദിക്കാൻ ഇടയ്ക്കിടയ്ക്ക്, കാണുമോ, വരുമോ? ഏട്ടൻ വരും എന്നാണ് പറഞ്ഞത്. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു വാക്ക് തന്നിട്ടില്ല, ലൈക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് അറിയായിരുന്നു ആദ്യം തൊട്ടേ. അല്ലൂസിന്റെയും തുമ്പീന്റെയും ഒന്നും ഏട്ടന് വരാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ഈ ഡെലിവറിക്ക് ഏട്ടൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ മനുഷ്യൻ അവസാന നിമിഷം എന്നെ സതിക്കുമോ? നമുക്ക് നോക്കാം. വൈശാഖേട്ടനും ബ്രോയ്ക്കും എന്താണ് ജോലി? ഡെലിവറി ആകുമ്പോൾ ചേട്ടൻ വരുമോ? റീനമോ ഉണ്ടാകുമോ? എല്ലാം പറഞ്ഞല്ലോ. വൈശാഖേട്ടന്റെ ജോലി ഞാൻ പറഞ്ഞു. ബ്രദറിന്റെ ജോലി ഇവിടെ അനിയൻ മിലിറ്ററിയിലാണ്, പട്ടാളക്കാരനാണ് ഗൈസ്. ഓക്കെ, ഡെലിവറി ആകുമ്പോൾ ഏട്ടൻ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമ്മയുണ്ടാവും കേട്ടോ. ചേച്ചിയുടെ ഏട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇവിടുത്തെ വീട്ടിൽ നമ്മൾ 11 ആൾക്കാരുണ്ട്. ഇപ്പൊ 12ാമത്തെ ആളാണ് ഇതാ ഈ വരുന്നത്. അവിടെ ഏട്ടന്റെ അച്ഛൻ, അച്ഛമ്മ, അമ്മ, അച്ഛൻ, പിന്നെ ഏട്ടൻ, ഞാൻ, 2 മക്കൾ, ഒരാൾ വന്നുകൊണ്ടിരിക്കുന്നു, അനിയൻ, വൈഫ്, മോള്. ഓക്കെ, അതിൽ ഇളയമ്മ അവിടുത്തെ അച്ഛമ്മ മരിച്ചിട്ട് അച്ഛൻ സെക്കൻഡ് മാരേജ് ചെയ്ത്, അതുകൊണ്ടാണ് ഇളയമ്മ എന്ന് വിളിക്കുന്നത്. കുറേ പേരുടെ ഡൗട്ടാണ് അത്. പക്ഷെ ഞങ്ങൾക്ക് അത് അച്ഛമ്മ തന്നെയാണ് കേട്ടോ. കാരണം സ്വന്തം മോളെ എങ്ങനെ നോക്കുക, അങ്ങനെ നോക്കൂ കേട്ടോ. ഇളയമ്മ മക്കളെ ആണെങ്കിലും ഇനിയാണെങ്കിലും ഒക്കെ അതെ. അപ്പം അച്ഛനും ഇളയമ്മയും, പിന്നെ അച്ഛൻ എന്താ ജോബ് എന്ന് കുറേ പേര് ചോദിക്കുന്നു. അച്ഛൻ ഇവിടെ അടുത്ത് പമ്പിൽ പോവലുണ്ട്. NIT സെക്യൂരിറ്റി ആയിരുന്നു, റിട്ടയർ ആയി. വയസ്സുണ്ട്, മനസ്സിലാക്കിയോ? കുഞ്ഞി ചെക്കനാണെന്നാണ് ഇപ്പോഴും വിചാരം. അപ്പം അപ്പുറത്തെ പമ്പിലാണ് വർക്കിനും പോകുന്നത് കേട്ടോ. പിന്നെ അമ്മ ക്ഷീര കർഷകയാണ്. വീട്ടമ്മ എന്ന് പറയുന്നത് അമ്മയ്ക്ക് പിടിക്കില്ല. അമ്മ എപ്പോഴും പറയും ഞാൻ ക്ഷീര കർഷകയെന്ന് എടുത്ത് പറയണം. എവിടെയും എല്ലായിടത്തും അങ്ങനെ പറയാം. ആണ് ഇവിടെ കുറച്ച് പശുവൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ അങ്ങനെ. പിന്നെ വൈശാഖേട്ടൻ്റെ ജോലി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ വൈശാഖേട്ടന് നല്ലൊരു ഭാര്യയുണ്ട്, നല്ല സുന്ദരിയും സുമുഖിയും സുശീലയുമായിട്ടുള്ള ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾക്ക് 2 സന്തതികളുണ്ട്, നിങ്ങൾക്ക് അറിയാലോ, അല്ലു, തുമ്പി. പിന്നെ ഒരു സന്തതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കട്ട ഇപ്പം ലഡാക്കിലാണുള്ളത്, ആണ് തോന്നുന്നേ, ആണ്. എനിക്ക് ഇങ്ങനത്തെ ബുദ്ധിപരമായിട്ടുള്ള കാര്യം എന്നോട് ചോദിക്കാതെ കേട്ടോ. പിന്നെ ഓൻ്റെ വൈഫ് കല്യാണി, ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഓൾ ടീച്ചിങ് പ്രൊഫഷനാണ് കേട്ടോ.
നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ മെഡിക്കലാണ്, അതായത് ആയുർവേദ ഡോക്ടറാണ്. കഴിഞ്ഞ ദിവസം ആരോ MBBS ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആയുർവേദ ഡോക്ടറാണ്. കല്യാണി ടീച്ചിങ് പ്രൊഫഷനാണ്, സോഷ്യൽ സയൻസ് ആണ്. ഇപ്പം വർക്കിനൊന്നും പോകുന്നില്ല. പിന്നെ ഞങ്ങളെ ഇളയ സന്തതി ഹേസു. ഇത്ര ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെല്ലയുണ്ട്. ഇവിടുത്തെ പട്ടിയാണ്. പട്ടീനെ വിളിക്കാൻ പാടില്ല, ബെല്ലാന്ന് വിളിക്കാൻ പാടുള്ളൂ. ഇത്രയും ആൾക്കാരാണ് ഈ വീട്ടിലുള്ളത്. പിന്നെ നിങ്ങൾ ചോദിക്കാറുണ്ട് ഏട്ടന് ഒരു പെങ്ങളും കൂടെ അല്ലേന്ന്. ആ സാധനം ഇവിടുത്തെ ഏട്ടൻ്റെ വല്യച്ഛൻ്റെ മോളാണ്. പക്ഷെ അപ്പുറത്താണ് വീടെങ്കിലും ഇവിടെയാണ് എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് അതും ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. ഒന്നും ചോദിക്കാനില്ല ചേച്ചി. നിങ്ങളെല്ലാവരും തന്നെ പറയണേ നെഗറ്റീവ് മൈൻഡ് ആക്കാതെ എപ്പോഴും ഹാപ്പി ആയി ഇരിക്കുക. ആകാതെ ഓക്കെ, ഞാൻ നെഗറ്റീവ് മൈൻഡ് ആവാതെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ. താങ്ക് യു ഡാ. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂ. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. താങ്ക് യു. ഇങ്ങനെ കുറേ വെൽ വിഷേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് പേരെ എനിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ ത്രൂ കിട്ടിയിട്ടുണ്ട്. തടി നല്ലോണം മെലിഞ്ഞു ചേച്ചി. സത്യമായിട്ടും ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പ്രഗ്നൻസി ഇങ്ങനെ, അതായത് എല്ലാ പ്രഗ്നൻസിയിലും ഞാൻ നല്ല മത്തങ്ങ പോലെ അല്ല ഫുട്ബോൾ പോലെ ഉണ്ടാവില്ല. ഒന്നാമത് എനിക്ക് ഹൈറ്റ് കുറവാണ്. അപ്പം നല്ല വയറും ഉണ്ടാവും. അതിൻ്റെ കൂടെ എൻ്റെ മുഖമൊക്കെ വീങ്ങി ഇങ്ങനെ ഭയങ്കര ഡുണ്ടുമണിയായിട്ട് ഇങ്ങനെ വരും. ഇപ്പം ഇല്ല എന്നല്ല ഞാൻ പറയണേ, കമ്പാരിറ്റീവ്ലി ഇപ്പം തടി കൂടുന്ന കുറയാ ചെയ്തത്. എനിക്ക് അധികം ഓവർ വെയിറ്റ് ഗെയിൻ ഒന്നും ഉണ്ടായിട്ടില്ല. നോർമൽ വെയിറ്റ് ഗെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒന്നാമത് ഷുഗർ കട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ടായിരിക്കണം. ഹലോ ദൃശ്യ, അല്ലു, തുമ്പി, നല്ലൊരു ഫാമിലിയാണ് കിട്ടിയത്. അച്ഛൻ, അമ്മ, അനിയൻ, കല്യാണി, വല്യമ്മ, മുത്തശ്ശൻ, ഹെയ്സു എപ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഡിയർ. നല്ലൊരു ഫാമിലിയാണ് എനിക്ക് കിട്ടിയത് ഓഫ് കോഴ്സ്. പിന്നെ എല്ലാവർക്കും തെറ്റായൊരു ധാരണ ഉണ്ട്, അതെനിക്ക് പറയണമെന്നുണ്ട്. ലൈക്ക് എല്ലാ ഫാമിലിയിലും ഉള്ള പോലെ തന്നെ നമ്മളെ ഫാമിലിയിലും ഉണ്ടാവാം ഇല്ലേ. അതായത് ഭയങ്കര ഐഡിയൽ ഫാമിലി എന്നൊന്നും എനിക്ക് ഒരിക്കലും പറയില്ല. പക്ഷെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉള്ളൊരു ഫാമിലിയാണ്. കാരണം ഓരോരുത്തർ അനുഭവിക്കുന്ന കമന്റ് ബോക്സിൽ ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ അമ്മേ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ലൈക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഈ വീട്ടിലില്ല. എന്താണ് ഒരു വീടാവുമ്പോൾ ഇപ്പൊ 10-11 ആൾക്കാരുണ്ട്. അതിന്റെ 11 ക്യാരക്ടേഴ്സാണ്. എല്ലാവരും ഒത്തുപോവാന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ആ 11 പേരും അതിൽ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടാവും ഇല്ലേ, എല്ലാ കാര്യങ്ങളും. അപ്പൊ എല്ലാവർക്കും അതിന്റെ ഒരു ക്രെഡിറ്റ് ഉണ്ട്. ഈ ഒരു വീട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇന്ന ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും അതിൽ ഒരുപോലെ ഇണങ്ങി നിൽക്കണം, എന്നാലേ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ട് ഞങ്ങളിവിടെ ഭയങ്കര അങ്ങനെ എന്താ പറയാ, ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ കാരണം വേറൊരാളോ അവർ കാരണം നമ്മളെ വേദനിക്കുന്നില്ല അങ്ങനെയൊന്നും അല്ല. ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന എല്ലാം ഉണ്ടാവും. പക്ഷേ അതൊക്കെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഫാമിലി ആവുക. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഓഫ് കോഴ്സ് ഇവിടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നുവെച്ചാല് ചിലപ്പോൾ ഞാൻ കാരണം ഇവിടെ എല്ലാവർക്കും അല്ല, ആർക്കെല്ലാം എന്തെങ്കിലും സങ്കടം ഉണ്ടായിട്ടുണ്ടാവും. അവർ കാരണം ചിലപ്പോൾ എനിക്ക് സങ്കടമായിട്ടുണ്ടാവാം. പക്ഷെ അത് പരസ്പരം പുറത്തിട്ട് ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴല്ലേ അതിലൊരു ഇഷ്ടം ഉണ്ടാവുന്നത്. സോ ആ ഒരു കാര്യത്തിൽ ഇവിടെ എപ്പോഴും എന്തൊക്കെ വന്നാലും ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ എല്ലാവരും കട്ടയ്ക്ക് നിൽക്കും. ആ ഒരു കാര്യം എനിക്കറിയാം. അപ്പം ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് ഏതാ എന്ന് പറയാമോ? എനിക്ക് നാടൻ ഭക്ഷണങ്ങളെല്ലാം ഇഷ്ടമാണ്. സദ്യ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, ഭയങ്കര ഇഷ്ടമാണ് സദ്യ, കല്യാണ സദ്യ എസ്പെഷ്യലി. അത് ഇവിടുത്തെ കേട്ടോ. ചില സ്ഥലത്തെ കല്യാണ സദ്യകൾ എനിക്കിഷ്ടമില്ല. നമ്മുടെ ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി സുഖാണോ? അല്ലുവിനെയും തുമ്പിനെയും ഒരുപാട് ഇഷ്ടമാണ്. ഞാനും BAMS സ്റ്റുഡൻ്റ് ആണ്. മാരേജ് കഴിഞ്ഞപ്പോൾ സപ്ലി ആയി, ഡെലിവറി ആയിട്ട് ഫൈനൽ ഇയർ കിട്ടിയില്ല. ഡോണ്ട് ഡു ദാറ്റ്. സപ്ലി ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പക്ഷെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിരിക്കരുത്. അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ച ഒരു സാധനം എപ്പോഴാണെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഒരിക്കലും നീ ഇതിനകത്ത് നേരത്തെ കല്യാണം കഴിച്ചേ? ഞാൻ അത് നേരത്തെ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ ഇയർ എക്സാമും കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. പക്ഷെ ഹൗസ് ഏജൻസി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് എനിക്ക് പണി കിട്ടി. അല്ലുവിനെ ഞാൻ പ്രഗ്നന്റ് ആയി. പിന്നെ അത് വെച്ചിട്ടാണ് ഞാൻ ഹൗസ് ഏജൻസി കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ എനിക്ക് ദൈവം സഹായിച്ചിട്ടൊരു വൈവേ ഇല്ല. കാരണം എനിക്ക് വൈവാന്ന് മറ്റേ സാധനം സപ്ലി ഇല്ല. അത് ക്രെഡിറ്റ് അങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എക്സാമിനെ പേടിക്കുന്നതും ആ സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര പാനിക്കായി ഞാൻ ഫുള്ള് ഇരുന്ന് പഠിച്ച് എങ്ങനെയെങ്കിലും അത് സെറ്റാക്കി എടുക്കും. എന്നുവെച്ചാൽ പഠിക്കുന്ന കാര്യത്തിൽ പണ്ടോട്ടെ അത്യാവശ്യം കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു പാരൻസ്. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും. അച്ഛൻ ഇപ്പോൾ 50-45 കിട്ടിയാൽ ബാക്കി 5 ഇടയെന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ചെയ്യുന്നു കേട്ടോ. എന്നാൽ അച്ഛൻ പഠിച്ചിനിയോ? പക്ഷെ അച്ഛൻ ആ ഒരു ആഗ്രഹമൊന്നുമില്ല, ശരിയാക്കി കളയും. പിന്നെ അമ്മയാണെങ്കിലും പണ്ടോട്ടെ ട്യൂഷൻ ക്ലാസ്സും അങ്ങനെയൊക്കെ അമ്മ എടുക്കുന്ന ആളാണല്ലോ. അപ്പോൾ നമ്മൾ ഇരുത്തി പഠിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ പക്കായിരുന്നു. നീ എന്തായാലും ബേബിയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് എക്സാം എഴുതി അതെടുത്ത് ഹൗസ് ഏജൻസി കംപ്ലീറ്റ് ചെയ്യും കേട്ടോ.
ഹായ് ചേച്ചി, റീസെൻ്റ്ലി ആണ് ചേച്ചിയുടെ വീഡിയോ ശ്രദ്ധയിൽപ്പെടുന്നത്. ഏകദേശം 3-4 മാസമായിട്ടുള്ളൂ. പക്ഷേ ഈ സമയമാകുമ്പോഴേക്കും ചേച്ചി യൂട്യൂബിലിട്ട എല്ലാ വീഡിയോസും ഞാൻ കണ്ടു തീർത്തു, പഴയതും പുതിയതും എല്ലാം. ഈവൻ കുക്കിംഗ് ചെയ്യുമ്പോൾ വരെ ചുമ്മാ ചേച്ചിയുടെ വീഡിയോസ് ഓൺ ആക്കി വെക്കും. ഓൾവേസ് ഫീൽ സോ ഹാപ്പി വൈൽ വാച്ചിങ് യുവർ വീഡിയോസ്. ഓൾവേസ് ബി ഹാപ്പി. താങ്ക് യു സോ മച്ച്. ആൾക്കാരുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐ ഹാവ് സം ക്വസ്റ്റ്യൻസ് ഫോർ യു. ഹൗ ഡു യു മാനേജ് യുവർ പ്രൊഫഷണൽ ലൈഫ് ആൻഡ് പേഴ്സണൽ ലൈഫ് വിത്ത് ദീസ് 2 small kids and as a pregnant woman? Okay, professional and പേഴ്സണൽ എന്ന് പറയുമ്പം ആക്ച്വലി എൻ്റെ പ്രൊഫഷൻ വന്നിട്ട് ഞാൻ ആയുർവേദ ഡോക്ടറാണ്. പക്ഷെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ഏൺ ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് ഞാൻ യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയ ത്രൂ അത്യാവശ്യം നല്ലൊരു വരുമാനം മന്ത്ലി വാങ്ങിക്കുന്ന ഒരാളാണ്. സോ അതാണ് എൻ്റെ പ്രൊഫഷൻ ഇപ്പോൾ. അപ്പം അതും പേഴ്സണൽ ലൈഫും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ എപ്പോഴും സെൽഫ് ഏൺ ചെയ്യണം, അല്ലാതെ 1 രൂപയ്ക്ക് പോലും ഹസ്ബൻഡിന്റെ മുമ്പിൽ കൈ നീട്ടുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ സൈക്കോയി പോകും ഗൈസ്. എനിക്ക് തീരെ ഇഷ്ടമല്ല ആ കാര്യം. എനിക്ക് എൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും എന്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ക്യാഷ് വേണം. അപ്പം അത്യാവശ്യം നല്ലൊരു പൈസ മന്ത്ലി ഉണ്ടാക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് എനിക്ക് ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് 3 കുട്ടികളെയും വെച്ചൊരു വീട് മാറി താമസിച്ച് ഞാൻ എന്താക്കുന്നത് എനിക്കറിയില്ല. മേ ബി ഞാൻ അത് മാനേജ് ചെയ്യുമായിരിക്കും. അങ്ങനെ സിറ്റുവേഷനിൽ പോകുമ്പോഴാണല്ലോ നമ്മൾ അങ്ങനെ ചെയ്യാം. ഇപ്പം ഇവിടുത്തെ ഫാമിലി എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് മെന്റലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം അടുത്തില്ലല്ലോ. മക്കളും കുറേയൊക്കെ അറിഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണ്, ഇങ്ങോട്ട് വരരുത്, കുറച്ച് നേരം താഴെ അച്ഛമ്മയുടെ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. 2 പേരും വന്നിട്ടില്ല. സോ അവരാണെങ്കിലും കുറച്ചൊക്കെ മനസ്സിലാക്കി നിൽക്കുന്ന കുട്ടികളാണ്. അങ്ങനെ അപ്പോൾ ഞാൻ ആ ടൈം മാനേജ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ്. പിന്നെ അവർ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യും, അങ്ങനെ കാര്യങ്ങളൊക്കെ. ഈ പ്രഗ്നൻസിന്റെ സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒന്നാമത് ഹസ്ബൻഡ് കൂടെ അല്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി ഞാൻ കുറച്ച് എന്താ പറയുക സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഏട്ടനെയും അമ്മേനെയും ഒക്കെ. അവർക്ക് അടുത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ഈസി ആവുമായിരുന്നു, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പം ഞാൻ ഏതൊരു സാഹചര്യത്തിലും എങ്ങനെയെങ്കിലും തട്ടിപ്പടച്ച് ഞാൻ മുന്നോട്ട് പോകുന്നൊരു ടൈപ്പാണ്. സോ ഓവർ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ചില സമയം തോന്നും. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവും, വീക്കാവും. അപ്പം ഞാൻ എൻ്റെ കെട്ടിയവനെ വിളിച്ചിട്ട് എൻ്റെ സങ്കടങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് കൊട്ടും. അപ്പം എനിക്ക് നല്ലൊരു സമാധാനം ഉണ്ടാവും, ഏട്ടന് സമാധാനമൊക്കെ ഇടും. അങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത്. വുഡ് യു ഫേസ് എനി ഡിഫിക്കൽട്ടീസ് ഇൻ പബ്ലിക് ബിക്കോസ് ഓഫ് എ യൂട്യൂബർ? ഓക്കെ, പബ്ലിക്കിൽ ഞാൻ അങ്ങനെ ഡിഫിക്കൽട്ടീസ് ആദ്യമൊക്കെ ടിക്ടോക്ക് എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ക്യാമറയും പൊക്കി പിടിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് എല്ലാവരും കളിയാക്കും. അപ്പോൾ കോളേജിൽ നിന്നാണെങ്കിലും അതെ, എപ്പോഴും ഞാൻ ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും എന്നെ അങ്ങനെ നിശ്ചൽ, ക്യാമറമാൻ നിശ്ചൽ. പിന്നെ ഇവിടെ എവിടെയെങ്കിലും കല്യാണത്തിന് അതിനൊക്കെ പോയാലും ഞാൻ ക്യാമറ പൊക്കി പിടിച്ച് റോട്ട് വന്ന് ആടുന്ന ഇവിടുന്നൊക്കെ ഡാൻസ് കളിക്കുന്നു, ഇങ്ങനെ നടക്കുന്നുണ്ടാവും. പിന്നെ വീഡിയോസ് എടുക്കുന്നതും ഒക്കെ എല്ലാവരും ഇങ്ങനെ ആദ്യമൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചാനൽ തുടങ്ങിയ സമയത്തും എന്താ അടി ഇത് എവിടെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഇപ്പം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അപ്രിസിയേഷൻ പോലെയാണ് കിട്ടുന്നത്. പുറത്തൊക്കെ പോയാലും എല്ലാവരും നമ്മളെ അറിയുമെന്ന് പറയുന്നു, നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ആ സ്നേഹം അറിയിക്കണു. ആൻഡ് നമ്മുടെ വീഡിയോസിൽ നമ്മൾ ആരെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവർക്ക് ആ വീഡിയോ വെച്ചെടുത്തത് ഇവരുടെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു കേട്ടോ എന്ന് പറയുന്നു. സോ അതൊക്കെ ഞാൻ ഒരു അപ്രിസിയേഷൻ പോലെയാണ് എടുക്കുന്നത്. ഇപ്പം എനിക്ക് അതിൽ ഭയങ്കര ഞാൻ പ്രൗഡാണ്. ബട്ട് റീസെൻ്റ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. ലൈക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 5 വർഷമായി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഒരു 5 വർഷത്തോളമായി ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നു. പയ്യെ ഗ്രോ ചെയ്തൊരു ചാനലാണ് എൻ്റെത്. അതായത് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി പോയ ചാനലൊന്നുമല്ല. ഇപ്പോഴും ഫുള്ളി സെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ പയ്യെയാണ് എൻ്റെ ചാനലിൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. അത് വെച്ചിട്ട് എനിക്ക് ഒരു നാണക്കേടുമില്ല എവിടെയും പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും 84K സബ്സ്ക്രൈബേഴ്സിലാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എത്തി നിൽക്കുന്നത്. അതിലും ഞാൻ പ്രൗഡാണ്. എന്നെ അറിയുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു 10 ആൾക്കാരാണെങ്കിൽ 10 ആൾക്കാർ മതി. എന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അത് മതി, അത്ര മതി. അല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെത് ഒരു 100K ആയാലാണ് എൻ്റെ ചാനൽ സക്സസ് എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ റീസെൻ്റ്ലി അങ്ങനെ ഒരു കാര്യം ഒന്നും പറയുന്നില്ല, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ലൈക്ക് ഇത്രയും കാലമായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും ഒരു 100K എത്താനായിട്ടില്ലല്ലോ. അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് എനിക്ക് എന്നുള്ള രീതിക്ക് ഞാൻ ഒരു ഇത് കേൾക്കാനിടയായി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ അങ്ങനെ കരുതിയിട്ടില്ല. ഇതന്നെ എനിക്ക് വലിയൊരു കാര്യമാണ്. 80,000-ഓളം ആൾക്കാർ, 80K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കാര്യമാണ്. എല്ലാവരെയും പോലെ എല്ലാം തികഞ്ഞു നിൽക്കുന്ന ഒരാളൊന്നുമല്ല ആരും ഞാനെന്നല്ല ആരും. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പം ഒരു ഷൂട്ട് വന്നാൽ കൂടി
മൂക്കടയുന്നുണ്ട്, ഞാൻ കരയാന്നൊന്നും വിചാരിക്കല്ലേ. ഒരു ഷൂട്ട് വന്നാൽ കൂടിയും എന്നെ കൊണ്ടുപോകാൻ ആളില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഓരോരുത്തരുടെ വീടിന് മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ പാലത്തിനടന്ന് അല്ല ഇവിടെ അടുത്ത് വയലില്ല, അപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാറ്. ഒക്കെ കണ്ടാൽ തന്നെ അറിയാം. പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകണേ കൂടിയും കെട്ടിയോൻ കൂടി ഇല്ല. അച്ഛനാണെങ്കിൽ കാർ എടുക്കാൻ പറ്റില്ല, ബൈക്കിൽ ഇപ്പം നമുക്ക് ഈ സാരി എടുത്ത് 2 സൈഡ് കാലിട്ടെടുത്ത് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മക്കളെയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ചാനൽ റൺ ചെയ്യുന്നത്. ഞാൻ ക്ലിയർലി പ്രൗഡാണ്, അത് ഞാൻ അത്രയും പ്രൗഡാണ് ഈ ഒരു ചാനൽ ഇത്രയും എത്തിച്ചതിലും. അത് ഞാൻ എൻ്റെ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ ഫ്രണ്ട്, അല്ല എൻ്റെ മക്കൾ തൊട്ട് എന്നെ കെട്ടിയോ തൊട്ട് എല്ലാവരെയും ഞാൻ അതിൽ പറയുന്നത്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളതും. പക്ഷെ അതിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എനിക്ക് കുശുമ്പ് ലൈക്ക് അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല, തെറ്റിദ്ധാരണയാണത്. ഇനിയിപ്പോൾ ഒരു 200K ആയാലും, എൻ്റെ ഈ ചാനൽ ഒരു 200K ആയാലും 300K ഉള്ളതിനെ നോക്കിയിട്ട് വാ പൊളിച്ചിട്ട് അവിടേക്ക് നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. പറഞ്ഞ ആൾക്കാർ കേട്ടാൽ മനസ്സിലാവുമായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഞാൻ കേൾക്കാനിടയായത് എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഒരിക്കലും ഞാൻ ആ ടൈപ്പല്ല. ഓക്കെ, ഇനിയിപ്പോൾ എപ്പോഴാണെങ്കിലും എനിക്ക് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിയാലും മതി, കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ ഇതുകൊണ്ട് മാത്രം കഞ്ഞി കുടിക്കുന്ന ആളല്ല, എൻ്റെ കെട്ടിയവനും പണിയുണ്ട്, അതിലും അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്. ഞങ്ങൾ അത് വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ അത്തരം ടെൻഷൻസ് ഒന്നും എനിക്കില്ല. ഓക്കെ, ആ ഒരു കാര്യം എനിക്കത് ഭയങ്കര ഹേർട്ടായി. അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞത്. ബാക്കി എനിക്ക് പബ്ലിക്കിനിടയിൽ ഒരു ഡിഫിക്കൽട്ടീസും കുറച്ച് കാലങ്ങളായിട്ടില്ല. അതിന്റെ മുന്നേയൊക്കെ പിന്നെ കളിയാക്കലുകൾ എന്തായാലും ഉണ്ടാവില്ല. ഒരു ചാനലൊക്കെ തുടങ്ങുമ്പോൾ എന്തായാലും എല്ലാവരും കുറച്ചൊക്കെ ഇങ്ങനെ ഇവിടെ തിരിഞ്ഞാലും നീയാണല്ലോ, സ്റ്റാറ്റസിൽ നീയാണ്, അവിടെ നീയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ കളിയാക്കും. ഫൺ പാട്ട്. സെൻഡിങ് എ ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് സ്ട്രെങ്ത്. താങ്ക് യു സോ മച്ച് ഡിയർ. വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത ആളതാ. ഒന്നും ചോദിക്കാനില്ല ചേച്ചി ഹാപ്പി ആയി കണ്ടാൽ മതി. താങ്ക് യു സോ മച്ച് ഡിയർ. അങ്ങനെ ചിന്തിക്കാൻ തോന്നിയല്ലോ. ചേച്ചി എങ്ങനെയാ ഷുഗർ ഇങ്ങനെ കൺട്രോൾ ചെയ്യണേ? എനിക്ക് ഒട്ടും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കുറേ പേരായിട്ട് എന്നോട് പറയുന്നുണ്ട്, ചേച്ചി ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് വീഡിയോ ഇടുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടാം കേട്ടോ. ഞാൻ എന്തായാലും ഈ വീക്ക് തന്നെ ഞാൻ ഇടും. എങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്യണേ, എന്തൊക്കെയാണ് ഞാൻ ഫുഡ് എടുക്കുന്നത്, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇളയമ്മ ആരാ? ഞാൻ ഓൾറെഡി പറഞ്ഞു, വൈശാഖിന്റെ അച്ഛമ്മയാണ്. എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. പിന്നെ ഞാൻ വരുമ്പോഴേ എല്ലാവരും ഇളയമ്മ എന്നാണ് വിളിക്കാറ്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തത്. അച്ഛൻ സെക്കൻഡ് മാരേജ് ചെയ്തുകൊണ്ടാണ് ഇളയമ്മ എന്ന് വിളിക്കുന്നത് കേട്ടോ. ബട്ട് ഞങ്ങളുടെ അച്ഛമ്മയാണ്. ഡെലിവറിക്ക് റീനമ്മ വരുമോ, വൈശാഖേട്ടൻ വരുമോ? എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോയിൽ എൻ്റെ പേര് പറയോ? അർത്തന ഹായ്ഡാ. ഇതിന് ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞതാട്ടോ. ഹെയ്സുമോളുടെ ഒറിജിനൽ നെയിം എന്താണ്? ഹെയ്സൽ മെഹക്. ഞാനും ആദ്യം കേട്ടപ്പോൾ ഞെട്ടിയത് എവിടെ നിന്ന് ഈ പേരൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നേന്ന്. കട്ടൻ കല്യാണം കൊണ്ട് ഇട്ടാണ് കേട്ടോ. ചേച്ചിയുടെ കംഫർട്ട് ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സദ്യയാണ് ഏറ്റവും ഇഷ്ടം. കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇഷ്ടമുള്ളത് തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ തന്നെ നാടൻ ഭക്ഷണം, വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടമാണ്. ചേച്ചി വളകാപ്പ് നടത്തുന്നുണ്ടോ? ചേച്ചി കുറേ ക്വസ്റ്റ്യൻ അതാണ്, വളകാപ്പ് നടത്തുന്നുണ്ടോ എന്നുള്ളത്. ഞാനങ്ങനെ സത്യമായിട്ടും പ്രഗ്നൻസിയിൽ ഒന്നും എനിക്ക് പ്ലാൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതുവരെ നടത്തിയിട്ടില്ല. എൻ്റെ 2 പ്രഗ്നൻസിയിലും എനിക്ക് വളകാപ്പ് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പം നടത്തണമെന്നുണ്ട്, നോക്കാം. മേ ബി നടക്കുമായിരിക്കും. ഓക്കെ, ചേച്ചി തുമ്പിയോട് ഹായ് പറയാൻ പറയുമോ? അർച്ച ആവണി ട്വിൻസ് ആണ്. ആർച്ച ആവണി അല്ലേ? ആർച്ച ആവണി ഹായ്. തൽക്കാലം തുമ്പിയുടെ മമ്മിയുടെ ഹായ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ. അതിനങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മളെ Q&A നടക്കൂല. അതുകൊണ്ടാണ് കേട്ടോ. ചേച്ചി ഹെൽത്ത് ഓക്കെ ആണോ? ഓക്കെ ആണോ എന്ന് വെച്ചാൽ ഓക്കെയാണ്. ഞാനങ്ങനെ പിടിച്ച് നിൽക്കും. പക്ഷെ എനിക്ക് ചുമയാണ് ഗൈസ്. ചുമച്ചിട്ട് മനുഷ്യന്റെ അന്തം കുന്തവും പോയിക്കുന്നു. ചേച്ചി ഡൈൻമേ ലൈഫ് ചെയ്യോ? എനിക്ക് ആഗ്രഹമുണ്ട് മക്കളെ, ആഗ്രഹമുണ്ട്. ഞാൻ വേഗം ചെയ്യും ഞാൻ. ചേച്ചി ഗേൾ ബേബി ആണോ ബോയ് ബേബി ആണോ ചേച്ചിക്ക് വേണ്ടത്? ഓ മൈ ഗോഡ്, ആക്ച്വലി ഞാനിപ്പോൾ അങ്ങനെ പറയാറില്ല. ആദ്യം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഗേൾ ബേബീനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കൊരു സിസ്റ്റർ ഇല്ലാത്തതിന് ഭയങ്കര സങ്കടമാണ്. ഒരു ചേച്ചി അനിയത്തി വേണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ. ഈവൻ ഞാനിപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ആണെങ്കിൽ ഒരു ചേച്ചി അനിയത്തി ആണെങ്കിൽ എന്തായാലും അവർ എന്താ പറയുക, എനിക്ക് അങ്ങനത്തെ ഒക്കെ ഒരു കാര്യമല്ലേ. കുറേ ചേച്ചിമാരെ അനിയത്തിമാരെയൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞാനിങ്ങനെ അസൂയോടെ നോക്കാറുണ്ട്. എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പം ആ ഒരു കാര്യം എനിക്കൊരു 2 പെൺകുട്ടികൾ അങ്ങനെ വേണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടൊരു പെൺകുട്ടി വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ഇപ്പം അങ്ങനെ വിചാരിക്കാറില്ല. ബിക്കോസ് ഇതൊരു കുണ്ടപ്പനാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയും കേട്ടോ. ഇനി വേറെ അർത്ഥം കണ്ടുപിടിക്കല്ലേ. ചവിട്ടുന്നു. ഇതൊരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന് സങ്കടാവില്ലേ മമ്മി അങ്ങനെ പറയുമ്പോൾ? അതുകൊണ്ട് എന്ത് കുട്ടിയാണെങ്കിലും ഒരു അസുഖം ഇല്ലാണ്ട് കയ്യിലേക്ക് കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ എൻ്റെ കുട്ടിയാണല്ലോ. എന്നാലും എനിക്കതായിരുന്നു ആഗ്രഹം. ഇപ്പം ഞാൻ ആരാണെങ്കിലും ഓക്കെയാണ് കേട്ടോ. ബേബി നെയിം കണ്ടുപിടിച്ചോ? ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കെട്ടിയോനോട് സജഷൻ ചോദിക്കുന്നത്, നമ്മൾ എന്ത് പേരിടും?
എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഏട്ടൻ ദൃശ്യേ ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങളൊന്നും നീ ഇനിയും ചോദിക്കരുതെന്ന്. ബിക്കോസ് 2 കുട്ടികൾക്കും പേരിട്ടത് ഞാനാണ്. ആ കാര്യത്തിൽ ഏട്ടൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഏട്ടൻ അങ്ങോട്ട് അഴിച്ചു വിട്ടേക്കുക. കാരണം എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ഡീൽ ചെയ്യാറ്. ഈവൻ അവരുടെ നിക് നെയിംസ് പോലും പെട്ടെന്ന് സെറ്റായതാണ്. അല്ലൂന് എന്തുകൊണ്ട് അല്ലൂന്ന് പേരിട്ടത് അമ്മച്ചിയാണ് എനിക്ക് അറിയില്ല, എന്തോ അപ്പൊ തോന്നി ഞാൻ അങ്ങനെ ഇട്ടതാണ്. ധ്രുവ് ഓഫ് കോഴ്സ് ധ്രുവ് പാർത്ഥിവ് എന്നാണ് അല്ലുവിന്റെ പേര്. ദൃശ്യന്റെ ധ്രു, വൈശാഖിന്റെ വ. അപ്പൊ ധ്രുവ് പാർത്ഥിവ്. അച്ഛന്റെ പേര് പാർത്ഥസാരഥി എന്നാണ്. അപ്പൊ പാർത്ഥിവ് ഷോർട്ട് ഇട്ട്. ഞാൻ ധ്രുവ് മാത്രമായിരുന്നു ഇടാനുണ്ടായിരുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ, ഒരു സ്പെസിഫിക്കേഷൻ വേണം, ധ്രുവ് ഇനി ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അതിലെന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ. ധ്രുവ് വൈശാഖ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മിസ്മാച്ച് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ അച്ഛന്റെ പേരിൽ നിന്ന് ഷോർട്ട് എടുത്ത് കണ്ടെടുത്തു. പാർത്ഥസാരഥി പാർത്ഥിവ് ഇങ്ങോട്ട് എടുത്തു. പിന്നെ തുമ്പിയുടെ പേര് വന്നിട്ട് ഞാൻ സീതാരാമം സിനിമല്ലേ, ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ തൊട്ട് കിംറൺ അതിൽ നടിയില്ല മൃണാൾ താക്കൂർ. അപ്പം മൃണാൾ എന്നുള്ള പേരിന്റെ മനസ്സിൽ ഉടക്കിയിരുന്നു. അങ്ങനെയാണ് തുമ്പിക്ക് ഞാൻ മൃണാൾ എന്ന് പേരിടുന്നത്. മൃണാൾ പാർത്ഥിവ് എന്നായിരുന്നു നോർമലി ഇടുക. പക്ഷെ അന്ന് എൻ്റെ അച്ഛൻ മരിച്ചു. ആ ഒരു ഇതിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഏട്ടനോട് ചോദിച്ചു, ഏട്ടാ ഞാൻ അച്ഛൻ്റെ പേരും കൂടെ കൂട്ടി ഇട്ടോട്ടെ എന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഇട്ടോന്ന്. അങ്ങനെ ഞാൻ മൃണാൾ ദിന പാർത്ഥിവ് എന്നിട്ട് അങ്ങനെയാണ് തുമ്പിക്ക് ആ പേര് വന്നത്. അപ്പം 2 പേരുടെയും പേരങ്ങനെ. അല്ലുവിന് നിക് നെയിം അതെന്താ കൊണ്ടായിട്ടെന്ന് എനിക്കറിയില്ല. തുമ്പിക്ക് ഞാനത് ഇടാൻ കാരണം എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുക പൂവ് എന്നാണ്. അപ്പൊ പൂവിന്റെ കുട്ടി തുമ്പി എന്നാ അല്ലുസിന് വണ്ടുന്നിടായിരുന്നു അല്ലേ. അതുകൊണ്ട് ഈ കുട്ടിക്ക് ഒരു പേര് ഞാൻ കണ്ടുവച്ചിട്ടില്ല. ഒറിജിനലും നിക് നെയിമും ഒന്നും കണ്ടുവച്ചിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പോന്നോട്ടെ. ചേച്ചി വളകാപ്പ് എന്നാ നടത്തുന്നേ? പ്ലാൻ ആയിട്ടില്ല. ഇപ്പൊ ഒരു 6 months അല്ലേ, ഇപ്പൊ 7 months ഒക്കെ ആകുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പൊ അല്ലുസിന് എക്സാം ഒക്കെ ഒന്ന് കഴിഞ്ഞൊന്ന് ഞാൻ ഫ്രീ ആവട്ടെ. പുതിയ വീട് വെക്കാൻ പ്ലാൻ ഉണ്ടോ? എന്താണ് ബിഗ് ഡ്രീം? ഇതന്നെയാണ് ബിഗ് ഡ്രീം. എനിക്ക് ഒരു നല്ലൊരു വീട് വെക്കണം എന്ന് നല്ല ആഗ്രഹമാണ്. ഓഫ് കോഴ്സ് വീട് വെക്കണം. ബിക്കോസ് നമ്മളിത് ഇതൊരു കൂട്ടുകുടുംബമാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഗസ്റ്റ് റൂം പോലും ഇല്ല. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റൂം ഇതാ അവിടെ കിടന്നോന്ന് നമുക്ക് കൊടുക്കാനൊരു റൂം ഉണ്ടാവില്ല. കാരണം മുകളിൽ 2 റൂം, ഒന്ന് ഞങ്ങളുടെയും ഒന്ന് കട്ടയുടെയും, താഴെ 2 റൂം, ഒന്ന് അച്ഛനും അച്ഛമ്മയ്ക്കും ഒന്ന് അമ്മയ്ക്കും അച്ഛനും, അത്രയേ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും വന്ന ഒരാൾ റൂം ഒഴിഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഞങ്ങൾക്ക് അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരാളെ വിളിക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് കൊടുക്കണം, പ്രൈവസി എന്തായാലും കൊടുക്കണം. അപ്പൊ അതൊക്കെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു വീട് വെക്കണം. അത് ഞങ്ങളെ ബിഗ് ഡ്രീം തന്നെയാണ്. പക്ഷെ ഇപ്പൊ പ്ലാൻ ഉണ്ടോന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ അങ്ങനെ പോകാനുള്ളൊരു പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് എന്താ ഇത്രയും ചെറിയ മക്കളെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഭഗവാനെ അവസാനം നിങ്ങൾ എന്നെ കാണാൻ വല്ല ഊളംപാറയിൽ വരേണ്ടി വരും. അല്ലും തുമ്പി ചെറുതും കുറച്ച് കഴിയട്ടെ. പിന്നെ ഇവർ തമ്മിലൊക്കെ ഒരു ബന്ധം വരട്ടെ. എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഇപ്പം അല്ലും തുമ്പിയും ഈ ചെറുതും ഹെയ്സും ഇവരൊക്കെ തമ്മിലൊരു കണക്ഷൻ വരണമെങ്കിൽ കുറച്ച് ഇവർ ഒരുമിച്ച് നിന്ന് ഇവർ ആ ചേട്ടനും അനിയനും അനിയത്തിയും ഒക്കെ ആണ് എന്നുള്ളത് തമ്മിലൊരു ബോധ്യം മക്കൾക്ക് വരണം. അവർ ആ സ്നേഹം ഒന്ന് ഷെയർ ചെയ്യണം. ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് അവർ തമ്മിൽ ആ ഒരു കണക്ഷൻ ഓഫ് കോഴ്സ് വേണമെങ്കിൽ കുറച്ച് അവർ ഒരുമിച്ച് തന്നെ നിൽക്കണം. എന്നിട്ടൊക്കെ വീട് ഉണ്ടാക്കുള്ളൂ. പ്ലോട്ട് വാങ്ങിയിട്ടുണ്ടോ? വീട് പണിയാൻ എവിടെയാ നോക്കുന്നേ? പ്ലോട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ കുറച്ച് നോക്കിയായിരുന്നു. ഇപ്പോഴേ വാങ്ങാനല്ല, പക്ഷേ നമ്മളെവിടെ വെക്കണം അങ്ങനെയൊക്കെ. ഞാനിവിടെ നിന്ന് എപ്പോഴും പറയും ഈ വീടിന്റെ ഏതെങ്കിലും അപ്പുറത്ത് എവിടെയെങ്കിലും, ഇവിടെ അടുത്തൊന്നും നമുക്ക് സ്ഥലമില്ല. അതായത് ഈ ഒരു പ്ലോട്ടിൽ വെക്കാൻ ഇനി പറ്റില്ല. പിന്നെ ഇവിടെ അടുത്ത ഞാൻ പറയും ഇങ്ങനെ അടുത്ത് എവിടെയെങ്കിലും മതിയായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാലം വിടും. രാവിലെ വരും ഇവിടുന്ന് ഞം എന്നിട്ട് ഞാൻ അവിടെ പോകും. പിന്നെയും വരും ഞം അങ്ങോട്ട് പോകും. അങ്ങനെ പറയായിരുന്നു. എനിക്ക് അടുത്ത് തന്നെ വേണമെന്നാണ്. കാരണം വിളിച്ചാൽ വിളിപ്പുറത്ത് അകലെ ഇവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് സെറ്റ് ആവത്തുള്ളൂ. പക്ഷേ ഇവിടെ അടുത്തൊന്നും അങ്ങനെ ഒരു സ്ഥലം എൻ്റെ അറിവിലില്ല. ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വില്ല പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലും നോക്കണം. അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല, നമുക്ക് അറിയില്ല. സത്യമാണ് അതിനെപ്പറ്റി വലിയൊരു പ്ലാനിങ് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. പ്ലോട്ട് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഒക്കെ നടക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ നത്തിങ് ടു ആസ്ക്, സ്റ്റേ ഹാപ്പി, പോസിറ്റീവ്, കൂൾ, കീപ് ഷൈനിങ്, വെയിറ്റിംഗ് ഫോർ ആഫ്റ്റർ ഡെലിവറി ബേബി ഫേസ് റിവീൽ വീഡിയോ. എല്ലാരും എനിക്കൊന്നും ചോദിക്കാനില്ല പറഞ്ഞിട്ട് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. എനിക്കൊന്നും ചോദിക്കാനില്ലടാ. നീ ഹാപ്പി ആയിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കുക. നീ നിന്റെ കുഞ്ഞുങ്ങളുടെയും കെട്ടിയോനെയും പിന്നെ നിന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളവരെ ഒന്നും നീ മൈൻഡ് ആക്കേണ്ട. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ചുമ്മാ ആവശ്യമില്ലാത്ത ടെൻഷനും സങ്കടവും ഒന്നും വേണ്ട. ഡെലിവറി ഒക്കെ സ്മൂത്ത് ആകട്ടെ. ഹെൽത്തി ആയി ഹാപ്പി ആയിരിക്കട്ടെ. ബാക്കി എല്ലാത്തിനെയും പോട്ട് പുല്ലേന്ന് പറഞ്ഞ് ഒഴിവാക്കൂ. ലോട്ട്സ് ഓഫ് ലവ് വാച്ചിങ് വെയിറ്റിംഗ് ഫോർ കുഞ്ഞാവ. നഗ്മ. ഞാൻ നഗ്മേനെ പേരെടുത്ത് പറയണ വേറെ ഒന്നുകൊണ്ടല്ല. അവളെനിക്കൊരു ഒരു സിസ്റ്റർ, ഒരു ഫ്രണ്ടിനെ പോലെ. ഇപ്പം എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ബന്ധമുള്ള പോലത്തെ ഒരു കുട്ടിയാണ്.
കുട്ടികളെന്ന് അറിയില്ല കണ്ടാൽ ഒരു ഏജ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അവൾ എനിക്ക് മെസ്സേജ് ആക്കി എനിക്ക് ലൈക്ക് ഒരു നല്ലൊരു ഫ്രണ്ടിനെ പോലെ തോന്നാറുണ്ട്. എന്ത് ലിപ്സ്റ്റിക്കിന്റെ ലിങ്ക് കിട്ടിയ അത് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരും. സോ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഒരു ബന്ധം. അപ്പം ചിലർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര കുറേ അമ്മമാര് ഇങ്ങനെയൊക്കെയുള്ള ഒരു അയക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. പക്ഷെ ചിലപ്പോൾ ഞാൻ സങ്കടം പിടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും കറക്റ്റ് ഈ മെസ്സേജ് വരിക. അപ്പം എനിക്ക് എന്തിനാലേ നമ്മളിങ്ങനെ സങ്കടമായി നിൽക്കണേ അങ്ങനെയൊക്കെ ചിന്തിച്ചങ്ങ് പോകും. റീനമ്മയ്ക്ക് എത്ര സഹോദരങ്ങളുണ്ട്? ഒരാളേ ഉള്ളൂ, ഒരു അനിയനാണുള്ളത്. ദൃശ്യ വളകാപ്പ് ഉണ്ടാകില്ലേ? പ്രസവം ഡേറ്റ് ഏത് മാസമാണ്? ജൂണിലാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഐ തിങ്ക് മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവും. ബിക്കോസ് ഒന്നാമത് ഷുഗർ ഉണ്ട്, പിന്നെ എൻ്റെ വയറാണ് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഐ തിങ്ക് ഒരു മെയ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു തട്ട്, ഞാൻ വരാം, ഡോണ്ട് വെറി മമ്മി എന്നൊക്കെ പറഞ്ഞ് തട്ട്. ഒന്നും ചോദിക്കാനില്ല, സുഖമായിട്ടിരിക്കാം. വയനാട്ടിൽ അമ്മമ്മയും അമ്മച്ചനെയും തനിച്ചാണോ? അവരുടെ വിവരം എന്താ? അമ്മ ഇപ്പോൾ എങ്ങാനും വരുന്നുണ്ടോ? അമ്മമ്മയും അമ്മച്ചനോടെ തനിച്ചാണ് അവര്. കുഴപ്പമില്ല. ഇടയ്ക്ക് അമ്മച്ചനൊന്ന് ഷുഗർ കുറഞ്ഞിട്ട് കുറച്ചൊന്ന് സീനായിട്ടുണ്ടായിരുന്നു. സീൻ വെച്ചൊന്നുമില്ല, പെട്ടെന്ന് അമ്മച്ചന് ബോധമില്ലാണ്ടായി പോയി. അങ്ങനെ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മച്ചൻ ഓക്കെ ആയി. അവര് രണ്ടുപേരും തന്നെയാണ് ഉള്ളത്. പിന്നെ ഓക്കെയാണ്. അമ്മ ഇപ്പം എങ്ങാനും വരുന്നുണ്ട്. പക്ഷെ അപ്പം അമ്മ തൃശ്ശൂരാണുള്ളത്, ആര്യയുടെ അടുത്താണുള്ളത്. അപ്പോൾ ഡിസ്ചാർജൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ പത്തനംതിട്ടയ്ക്കായിരിക്കും പോവുക. ആരൊക്കെ ചോദിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ടോയെന്ന്. ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവില്ല, പക്ഷെ വരും. അടുത്ത മാസമൊക്കെ ആകുമ്പോൾ വരുമായിരിക്കും. വീഡിയോ കുറേ ലോങ് ആകുമ്പോൾ നമ്മൾ പാർട്ട് 2 ഇറക്കും ഗൈസ്. ഇത് ബാഹുബലി പോലെ അങ്ങനെ പോവാണ്, നിങ്ങൾ വിചാരിക്കരുത്. എന്നിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കട്ടെ? പറഞ്ഞേ. വൈശാഖിന്റെ അച്ഛൻ നന്നായി നോക്കുന്നുണ്ട്, എന്നാലും ഡെലിവറി സമയത്തൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഇതൊരു ക്വസ്റ്റ്യൻ ആണോ? ആയിരിക്കും. പറയാം. വൈശാഖിന്റെ അച്ഛൻ നന്നായി നോക്കുന്നുണ്ട്, എന്നാലും ഡെലിവറി സമയത്തൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അത് വേറെ ഒരു സന്തോഷം തന്നെയല്ലേ? പിന്നെ പറ്റുമെങ്കിൽ വൈശാഖിന് നാട്ടിൽ ജോലി നോക്കിക്കൂടെ? അതാകുമ്പോൾ ഒരു സന്തോഷമല്ലേ? അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് പോലെ എന്തെങ്കിലും? എൻ്റെ വലിയൊരു ഡ്രീമാണ് ആക്ച്വലി ഞങ്ങൾ ഒന്നൊന്ന് സെറ്റിൽ ആവണം. ബിക്കോസ് നമ്മൾ നല്ല റിച്ച് ആയിട്ട് സേവിങ്സ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരാൾക്കാരൊന്നും അല്ല. ഏട്ടൻ ഒന്നാമത് ഞാൻ കല്യാണം കഴിയുന്നതിന് മുന്നേ ഏട്ടൻ ഒരു പ്രവാസിയാണ്. അപ്പം ഈ പ്രവാസികളുടെ ഭാര്യമാർക്കും വീട്ടുകാർക്കും അറിയാൻ പറ്റുമായിരിക്കും, ഇവർ അവിടെ അങ്ങോട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് നാട്ടിൽ അങ്ങോട്ട് ഡൈജസ്റ്റ് ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. കഴിഞ്ഞ വർഷം ഏട്ടൻ കൊച്ചിയിലൊരു ജോബിന് പോയിട്ട് അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്തു. ഏട്ടൻ അവിടുന്ന് വീക്കിലി ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഞങ്ങൾക്ക് എന്തുകൊണ്ടും ഏട്ടനാണെങ്കിലും അതങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ലൈക്ക് നമുക്കൊരു സേവിങ്സിലേക്ക് ആവുന്നില്ല. സാലറി ഇപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനുള്ളൊരു എമൗണ്ട് ഉണ്ടാവും. പക്ഷെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ചെലവും പോയി വരാനുള്ളതും പിന്നെ പോയി വന്നാലും വരാനും പോകാനുള്ളൊരു സമയം ഉണ്ടാവുള്ളൂ. ഇവിടെ കൂടെ നിൽക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ ഏട്ടൻ പറയും ഇതിലും ഭേദം ഗൾഫാണ്, ഒരു മാസങ്ങൾ കൂടെ നല്ലോണം നിൽക്കാമല്ലോ എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഏട്ടൻ തിരിച്ച് അബ്രോഡ് തന്നെ പോയത്. പക്ഷേ എപ്പോഴും അങ്ങനെ ആയാൽ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫ് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. സത്യമായിട്ടും എൻ്റെ ലൈഫിൽ ഞാൻ പട്ടാളക്കാരെയും ഗൾഫുകാരെയും കെട്ടൂല എന്ന് തീരുമാനിച്ച ഒരാളാണ്. പക്ഷെ ഈ മനുഷ്യൻ ഗൾഫിൽ പോകുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഇയാൾ +2 പഠിക്കുമ്പോഴല്ലേ ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അങ്ങ് കെട്ടി. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഏട്ടൻ നാട്ടിൽ സെറ്റിൽ ആവണം. ഡെയിലി വന്നു പോകുന്നൊരു ജോബ്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള വീടല്ല, ഒരു കുഞ്ഞു വീട്, മക്കള്, ചേട്ടൻ എന്നും ജോലിക്ക് പോയി വരുന്നു. ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ലൈഫ്, അതെൻ്റെ ഭയങ്കര ഡ്രീമാണ്. ഞാൻ പല സമയത്തും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ചില സമയം എൻ്റെ കയ്യിൽ നിന്ന് പോവും. ഏട്ടൻ അടുത്തുണ്ടെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളുണ്ട്. പക്ഷെ നമ്മളെ തലയിൽ വരച്ചത് ഇതായി പോയി. അതുകൊണ്ട് ഏട്ടനും അത് ഭയങ്കര സങ്കടമാണ്. ചില സമയം ഏട്ടൻ ഭയങ്കര ഇമോഷണൽ ആവുന്നത് കാണാം. മക്കളെയൊക്കെ കാണുമ്പോൾ മക്കളുടെ ഗ്രോത്ത് ഒന്നും അടുത്തുനിന്ന് കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ നല്ലൊരു പാർട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. സോ എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് ഏട്ടനെ നാട്ടിൽ സെറ്റിൽ ആക്കണം. അതിനുവേണ്ടിയാണ് ഞാനും കുറേ കഷ്ടപ്പെടുന്നത്. അത്രയാണ്. മക്കളെ എന്ത് ചോദിക്കണം? നീ അമ്മയെ എപ്പോഴെങ്കിലും ഒക്കെ ഓർക്കണം. ഓർക്കില്ലേ? മൂത്ത മക്കൾക്ക് കുറച്ചുകൂടി താഴെ എല്ലാവരേക്കാൾ ക്ഷമയും ഉത്തരവാദിത്വ ബോധവും വിവരവും വിവേകവും സ്നേഹവും വേണം. ഇത് കണ്ടു വേണം താഴെയുള്ളവർ പഠിക്കാൻ. അത് നല്ല രീതിയിൽ അല്ലുട്ടൻ ഉണ്ട്. എന്നാലും ദിവസം തോറും വളർന്നു വരുന്ന അവനെ അത് ബോധ്യപ്പെടുത്തണം. അതിനൊരു അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. എത്ര സഹോദരങ്ങൾ ഉണ്ടാവുന്നു എന്നതിനേക്കാൾ പ്രയോറിറ്റി അവരുടെ മനസ്സുകളുടെ അടുപ്പമാണ്.
ഒരു ദിവസം സർപ്രൈസ് ആയി ഞാൻ വരും. മാത്രമല്ല വൈശാഖ് ഉള്ളപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടായാലും മതി, ദൈവം സഹായിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലും വരണം, വരില്ലേ? ഇത് മീനമ്മ ആള് അയച്ചിട്ടുള്ള ഒരു കമന്റാണ്. എൻ്റെ എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്യുന്ന ഒരു അമ്മയാണ്. ലോട്ട്സ് ഓഫ് ലവ് അമ്മ. ആൻഡ് ഞാനുണ്ടല്ലോ, അതായത് നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയുന്ന ഒരു കൺസെപ്റ്റ് ആണിത്. ഓഫ്കോഴ്സ് ഞാനത് അക്സെപ്റ്റ് ചെയ്യണു. പക്ഷെ ഞാൻ ഒരിക്കലും അല്ലുവിന്റെ തലയിൽ ആ ബേർഡൻ വെക്കില്ല. നീയാണ് മൂത്തത്, നീ ഇവർക്ക് മാതൃകയാവണം, നിന്നെ കണ്ട ഇവർ പഠിക്കുക. ആ സാധനം ഓവർ കൊടുക്കാൻ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നാലും ഞാൻ ഓവർ അവരുടെ തലയിൽ അത് കൊണ്ടേ സ്റ്റഫ് ചെയ്യാറില്ല. ബിക്കോസ് കുട്ടികൾ വലുതോ ചെറുതോ എന്താണെങ്കിലും ഈക്വലി എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം ഫാമിലിയിലേക്ക് എന്നാണ് എൻ്റെ ഒരു തോട്ട്. എല്ലാ കാര്യത്തിലും ഇമോഷണലി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും. ഇപ്പൊ അല്ലും തുമ്പിയും തമ്മിലൊരു ബോണ്ട്, അമ്മ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. കുറേ സിബ്ലിങ്സ് ഉണ്ടാവുന്നതിലല്ല, അവർ തമ്മിലൊരു കണക്ഷൻ ഉള്ളതിലാണ് കാര്യം എന്ന് പറയുന്നില്ലേ. ആ കണക്ഷനൊക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലൊക്കെ അത് വിട്ടു പോകുമ്പോൾ, ഒരാൾ വിട്ടുപോകുമ്പോൾ ഒരാൾ ഉണ്ടാവണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അത് മേ ബി അമ്മ അങ്ങനെ പറയാൻ കാരണം ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട്, ഒരാളില്ലെങ്കിൽ ഒരാൾ. അതെൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. എന്നോട് എൻ്റെ ഡെലിവറി സ്റ്റോപ്പ് ചെയ്യരുതെന്ന് അച്ഛനാണ് ആദ്യം പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തുമ്പി പെൺകുട്ടിയാന്ന് പറഞ്ഞാൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് പോയേനെ. എനിക്ക് 5 കുട്ടികൾ വേണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ നോക്കി തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ പരിപാടിക്കില്ല എന്ന് പറഞ്ഞിട്ട് 3 ഞാൻ സ്റ്റോപ്പ് ചെയ്യണത്. ബട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, ബോണ്ട് കുട്ടികൾ തമ്മിൽ ചെറുപ്പം തൊട്ടിട്ട് പാരന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടും അവർ തമ്മിലുള്ള ബോണ്ടും ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഫ്യൂച്ചറിൽ അതിലൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ടുപേരും ഒന്നിക്കാൻ മൂന്നാമത്തെ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ആൻഡ് ഒരാളില്ലെങ്കിൽ ഒരാൾ കൂടെ ഉണ്ട്, എനിക്കൊരു കൂടപ്പിറപ്പ് ഉണ്ട് എന്ന് തോന്നുന്നത് അതും നല്ലതാണ് അല്ലേ. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും കുറച്ച് സിബ്ലിങ്സ് ഉള്ളത് നല്ലതാണ്. അവർക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ആൻഡ് ഞാൻ എൻ്റെ മക്കളെ എപ്പോഴും 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 പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സിബ്ലിങ്സ് ആണ്, നിങ്ങൾ നിന്റെ അനിയത്തിയാണിത്, നിന്റെ ചേട്ടനാണിത്, എന്താണെങ്കിലും എന്തൊരു കാരണം കൊണ്ടും ആ ഒരു കാര്യം മറക്കരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ഒരു കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ അത് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമാണ്. അമ്മ പറഞ്ഞത് സത്യമാണ്, മക്കൾ നമ്മളൊരു സ്നേഹം അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ ഇവരുടെ ക്യാരക്ടറാണ് അത് എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത്. അതും എൻ്റെ ഒരു ടെൻഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഞാനിപ്പം ഇതിൽ പറയണത്. കുറേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അടിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇത് സെക്കൻഡ് പാർട്ടിൽ ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസിന് റിപ്ലൈ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും നേരം എന്നെ സഹിച്ച നിങ്ങൾ അടുത്ത പാർട്ടോടെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റുള്ളൂ. വെള്ളി വീഴുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിട്ട് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ആരും വരല. എൻ്റെ പൊന്ന് പള്ളേ, എന്നെ ഒരു കോൺട്രവേഴ്സിയിലും കൊണ്ടുപോയിട്ട് വലിച്ചു കയറാൻ നിൽക്കല്ലേ. സമാധാനം. ഓക്കെ, അപ്പോൾ പാർട്ട് 2 നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബേബി, സീ യു, ബൈ.